ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഓഗസ്റ്റ് 1 മുതൽ 15 വരെയുള്ള ദിവസങ്ങൾ ശൂന്യ നോമ്പുകാലങ്ങളായും 15-ാം തീയതി മാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളായും നാം ആചരിക്കുന്നു. ദൈവം അതിൻ്റെ രക്ഷാകര പദ്ധതിയിലേക്ക് മറിയാമിനെ തിരഞ്ഞെടുത്തപ്പോൾ അത് സ്വീകരിച്ച് തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന പ്രതിസന്ധികളെ ഒക്കെ ഓർക്കാതെ സ്വയം സമർപ്പിക്കുകയാണ് ചെയ്തത്. ഒരു മനുഷ്യന് ലഭിക്കാവുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനമാണ് മാതാവിന് ലഭിച്ചത്. വചനമാൻ ദൈവത്തെ പരിശുദ്ധാത്മാവിൽ ഗർഭധാരണം ചെയ്ത മുതൽ അനവധി പ്രതിസന്ധികൾ ജീവിതത്തിൽ നേരിട്ടു. ദൈവീയ പദ്ധതി എന്ന നിലയിലാണ് ജീവിതത്തിൽ ദുഃഖകരമായ അനുഭവങ്ങളെയൊക്കെയും മാതാവ് നേരിട്ടത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25-ാം വാക്യത്തിൽ കർത്താവിൻ്റെ കുരിശിനരികെ മാതാവ് നിൽക്കുന്നതായാണ് നാം കാണുന്നത്. ഇതിൽ നിന്നും നാം മാതാവിൻ്റെ സമർപ്പണവും കർത്താവിൻ്റെ തീരുമാനത്തോടുള്ള അംഗീകാരവും മനസ്സിലാക്കുന്നു. നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളിലും കർത്താവിൽ പൂർണ്ണമായി സമർപ്പിച്ച് ജീവിക്കണം എന്നൊരു ആഹ്വാനമാണ് നമുക്ക് ഈ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. മാതാവിൻ്റെ ജീവിത വിശുദ്ധിയും ദൈവികമായ നിയോഗത്തോടുള്ള വിശ്വസ്തയും വിനയത്തോടു കൂടിയുള്ള സമർപ്പണവും ഈ ശൂന്യ പെരുന്നാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ നൊയമ്പ് കാലത്ത് വിശുദ്ധ ബൈബിൾ പറഞ്ഞിരിക്കുന്ന ചില സ്ത്രീകളെക്കുറിച്ച് നമുക്ക് നോക്കാം. പലരെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിനായി പഴയ നിയമത്തിൽ ഹന്ന, സാറ, റൂത്ത്, എസ്തേർ, ഹൗവ മുതലായവർ. പുതിയ നിയമത്തിൽ കന്യാമറിയാം, എലിസബത്ത്, മാർത്ത, മറിയ, മഗ്ദലക്കാരത്തി മറിയ മുതലായവർ. ഹന്നയെ പറ്റിയും മാർത്തയുടെ സഹോദരി മറിയയെ പറ്റിയും പറയുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി ഹന്നയെ പറ്റി ഒന്ന് നോക്കാം. ശമൂവേൽ പ്രവാചകന്റെ അമ്മയാണ് ഹന്ന എന്ന് നമുക്കറിയാം. വളരെ ദൈവഭക്തയായിരുന്നു. കുട്ടികളില്ലാത്തതിനാൽ ദുഃഖിതയായിരുന്നു. ഒരു മകനു വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുകയും സമർപ്പിക്കുകയും ചെയ്തവളായിരുന്നു. ദൈവം അവളുടെ പ്രാർത്ഥന കേൾക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. നമ്മുടെ ഏതൊരു ആവശ്യവും വിശ്വാസത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ലഭിക്കുമെന്നുള്ള അടിയുറച്ച വിശ്വാസമാണ് ഹന്നയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. പ്രാർത്ഥനയെപ്പറ്റി ബൈബിളിൽ പല ഭാഗങ്ങൾ പറയുന്നുണ്ട്. ഉദാഹരണത്തിനായി മടുത്തുപോകാതെ പ്രാർത്ഥിപ്പാൻ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു. ഇടപെടാതെ പ്രാർത്ഥിപ്പാൻ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 17-ൽ കാണിച്ചിട്ടുണ്ട്. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടാതെ നമ്മുടെ ആവശ്യങ്ങൾ പ്രാർത്ഥനയാൽ അറിയിക്കുവാനാണ് ഫിലിപ്പിയർ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ കാണുന്നത്. ഇടപെടാതെ പ്രാർത്ഥിക്കുന്നതിനും മടുത്തുപോകാതെ പ്രാർത്ഥിക്കുന്നതിനും ഒരു ഉത്തമ ഉദാഹരണമാണ് ഹന്ന. മാർത്തയുടെ സഹോദരി മറിയയെ പറ്റി നോക്കാം. പുതിയ നിയമത്തിൽ അറിയപ്പെടുന്ന കഥാപാത്രങ്ങളിൽ ഒരുവളാണ് മറിയ. മാർത്തയുടെയും മറിയയുടെയും ലാസറിൻ്റെയും കുടുംബം യേശുവിനാൽ സ്നേഹിക്കപ്പെട്ടതായിരുന്നു. ഈ മറിയ കർത്താവിൻ്റെ കാൽക്കൽ ഇരുന്ന് വചനം കേട്ടതായും പ്രാർത്ഥിച്ചതായും ആരാധിച്ചതായും വിശുദ്ധ ബൈബിളിൽ 3 ഭാഗങ്ങളിൽ കാണുന്നു. ഒന്നാമതായി വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 39-ാം വാക്യത്തിലാണ്. ഇവിടെ നാം കർത്താവിൻ്റെ കാൽക്കൽ ഇരുന്ന് മറിയ വചനം കേട്ടതായി വായിക്കുന്നു. രണ്ടാമത്തേത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 32-ാം വാക്യത്തിലാണ്. വേദനയുടെ നടുവിലും മറിയ കർത്താവിൻ്റെ കാൽക്കൽ വീണു എന്നാണ് എഴുതിയിരിക്കുന്നത്. വേദനയിലൂടെ കടന്നു പോകുമ്പോഴും ആശ്രയിപ്പാൻ യേശു അല്ലാതെ ആരുമില്ല എന്ന് അവൾക്ക് അറിയാമായിരുന്നു. വേദനയിലൂടെ കടക്കുമ്പോൾ ആശ്വാസം നൽകുന്നത് യേശു കർത്താവാണെന്ന് മറിയയുടെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. മൂന്നാമത്തേത് യേശുവിൻ്റെ കാലുകളിൽ വിലയേറിയ തൈലം പൂശി തൻ്റെ മുടി കൊണ്ട് തുവർത്തി എന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 3-ൽ കാണുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കർത്താവിനോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും ആരാധനയുമാണ്. വചനത്തിനായും പ്രാർത്ഥനയ്ക്കായും ആരാധനയ്ക്കായും മറിയ കർത്താവിൻ്റെ പാദത്തിൽ ഇരുന്നതായി കാണുന്നു. ആരാധന ഒരു നല്ല ഹൃദയത്തിൻ്റെ പ്രതികരണമാണ്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ വചനം, പ്രാർത്ഥന, ആരാധന ഇവ 3ഉം ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒന്നാണെന്ന് മറിയയുടെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം.
കന്യാമറിയത്തിൻ്റെയും ഹന്നയുടെയും മാർത്തയുടെ സഹോദരി മറിയയുടെയും ജീവിതത്തിൽ കാണുന്ന മാതൃകകൾ നമ്മുടെ ജീവിതത്തിലും പകർത്തുവാൻ ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.